ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. നാഷണൽ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ NIOS സയൻസ് സബ്ജക്റ്റ് എടുത്ത സ്റ്റുഡൻസിനും മറ്റെല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ NIOSലെ സയൻസ് സബ്ജക്റ്റിലെ ഫിസിക്സ് എന്ന സബ്ജക്റ്റിലെ വീഡിയോ സീരീസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ്, ഡയമെൻഷൻ ആൻഡ് വെക്ടേഴ്സ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്സിൻ്റെ ബേസിക് ചാപ്റ്ററാണ്. അതായത് മറ്റെല്ലാ ചാപ്റ്റേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന എന്നാൽ വളരെ ഷോർട്ട് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഫിസിക്സിൻ്റെ സ്കോപ്പ് എന്താണെന്ന് പറഞ്ഞിട്ടാണ്. നമുക്കറിയാം നമ്മുടെ വേൾഡ് വൈഡിൽ ഏതൊരു പ്ലേസിൽ അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്ത് ഏതൊരു സംഭവത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫിസിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡക്ഷന്, നമ്മുടെ ഹൈഡ്രോ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്നൊക്കെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ഈ ഫിസിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലേസേഴ്സ്, എക്സ്റേസ്, മറ്റ് റേഡിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് റേസ്, ഈ കാര്യങ്ങളൊക്കെ എന്താണ്? ഫിസിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണ്, ടെലിവിഷന്, കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെ നമ്മുടെ ഫിസിക്സിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പം വേൾഡ് വൈഡിൽ ഇലാബറേറ്റ് ആയിട്ട് നിൽക്കുന്നതും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സയൻസിൻ്റെ ഒരു ഫീൽഡാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് കുറേ ഇക്വേഷൻസും കുറേ ടേംസും അതുപോലെ തന്നെ കുറേ ലോസ് ഒക്കെ ആയിരിക്കും. ഫിസിക്സിൽ ഒരുപാട് ലോസ് ഉണ്ട്, ഒരുപാട് സയൻറ്റിസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ലോസ് ഉണ്ട്. അപ്പോൾ ഈ ലോ ഒക്കെ ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാണ് കണ്ടീഷൻസ്? ഫസ്റ്റ് വൺ, ലോ യൂണിവേഴ്സൽ ആയിരിക്കണം. രണ്ട്, ലോ സിമ്പിൾ ആയിരിക്കണം, യുണീക്ക് ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം, അബ്സല്യൂട്ട് ആയിരിക്കണം. ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഫിസിക്സിലൊരു ലോ ആയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ പറയുന്ന മറ്റൊരു ടോപ്പിക്കാണ് SI യൂണിറ്റ്സ് എന്ന് പറയുന്നത്. SI യൂണിറ്റ് അല്ലെങ്കിൽ സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ബേസ് യൂണിറ്റ്സുകളാണ് സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റ്സ്. ഏതൊക്കെയാണ് 7 ബേസ് അല്ലെങ്കിൽ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്? മാസ്, ലെങ്ത്, ടൈം, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇത്രയാണ് അതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ട്. ഇങ്ങനെ ഈ 7 യൂണിറ്റ്സുകളാണ് SI യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ SI യൂണിറ്റ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 യൂണിറ്റാണ് മാസ്, ലെങ്ത്, ടൈം. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിലെല്ലാം ഉള്ള അതായത് ഏതൊരു ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാലും ഈ 3 ക്വാണ്ടിറ്റിയിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നതായിരിക്കും. അങ്ങനെ ഈ 3 യൂണിറ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ഈ 3 മാസ്, ലെങ്ത്, ടൈം, ഈ 3 യൂണിറ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ഈ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഡയമെൻഷൻ ചെയ്യാറുണ്ട്. എല്ലാ ക്വാണ്ടിറ്റീസിനും നമ്മൾ ഡയമെൻഷൻ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഡയമെൻഷൻ ചെയ്യുന്നത്? നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അതിൻ്റെ യൂണിറ്റ്സിൻ്റെ പവർ എത്രയാണോ ആ പവർ കാണിച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു യൂണിറ്റ് നമ്മൾ ഡയമെൻഷൻ ചെയ്യുക എന്ന് പറയുന്നത്. ആ ഡയമെൻഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ക്വാണ്ടിറ്റീസ് നമ്മൾ പറഞ്ഞ മാസ്, ലെങ്ത്, ടൈം, ഈ 3 ക്വാണ്ടിറ്റീസിൻ്റെയും എന്തായിരിക്കും? ക്വാണ്ടിറ്റീസിൽ നിന്നായിരിക്കും ആ ഡയമെൻഷൻ ചെയ്യുന്നത്. കാരണം ബേസിക് യൂണിറ്റ്സ് എന്ന് പറയുന്നത് മാസും ലെങ്ത്തും ടൈമുമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വോളിയം എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി. വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഏതൊരു കണ്ടെയ്നറിൻ്റെ വോളിയം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ്? ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും ഹൈറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? L ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ L ആണ് അതിൻ്റെ ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വോളിയത്തിൻ്റെ യൂണിറ്റ് L³ ആണ് വരുന്നത്. അതിൻ്റെ ഡയമെൻഷൻ നമ്മൾ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് L³ എന്ന് എഴുതാം, ക്യാപിറ്റൽ L³ എന്ന് എഴുതാം. ഇങ്ങനെയാണ് വോളിയത്തിൻ്റെ ഡയമെൻഷൻ റെപ്രസെൻറ്റ് ചെയ്യുക. ഇതുപോലെയാണ് എല്ലാ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഡിറൈവ്ഡ് യൂണിറ്റ്. അതുപോലെ ഡിറൈവ്ഡ് യൂണിറ്റ് ഞാൻ പറഞ്ഞത് ഈ 3 ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന യൂണിറ്റുകളെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് യൂണിറ്റ് എക്സാമ്പിൾ നമ്മുടെ ഫോഴ്സ്, വെലോസിറ്റി ഒക്കെ. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ മാസിൽ നിന്നും ലെങ്ത്തിൽ നിന്നും ടൈമിൽ നിന്നും ഡിറൈവ് ചെയ്ത ഒരു യൂണിറ്റാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെലോസിറ്റി എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് ലെങ്ത്തിൽ നിന്നും ടൈമിൽ നിന്നും ഡിറൈവ് ചെയ്തൊരു യൂണിറ്റാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സിന് എക്സാമ്പിൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള പോർഷനാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
ഇപ്പോൾ ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിൽ സർട്ടൺ ആയിട്ടുള്ള ഡിജിറ്റ്സ് എത്രയാണോ ആ നമ്പറിനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമുക്ക് ഏതൊരു നമ്പർ അത് ഡെസിമൽസ് വരുന്ന നമ്പേഴ്സ് ആവാം. അപ്പോൾ ആ ഡെസിമൽ പോയിന്റിന്റെ അങ്ങോട്ടും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും അതിന്റെ പൊസിഷനും അതിന്റെ സീറോസ് എവിടെയാണ് വരുന്നത് ഇതൊക്കെ ബേസ് ചെയ്തിട്ട് കുറച്ച് റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഒരു നമ്പറിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന്റെ നമ്പർ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2.00023 ഈ നമ്പറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ടോട്ടൽ 6 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. 2.00023. ഓക്കെ, അപ്പോൾ 6 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. അപ്പോൾ ഏതൊരു നമ്പർ നമുക്ക് തന്നു കഴിഞ്ഞാലും അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 7 റൂൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്, സബ്സ്ട്രാക്ട് ചെയ്യാറുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്, ഡിവൈഡ് ചെയ്യാറുണ്ട്. നോർമലി എല്ലാ നമ്പേഴ്സും സബ്സ്ട്രാക്ട് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതൊക്കെ പോലെ തന്നെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് 2 നമ്പേഴ്സ് തന്നിട്ടുണ്ടാവും. ആ 2 നമ്പേഴ്സുകൾ തമ്മിലായിരിക്കും നമുക്ക് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത്. അത് എന്തോ ആവട്ടെ, ആ 2 നമ്പേഴ്സിൽ മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണോ, അതായത് ഏത് നമ്പറിലാണോ മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളത് അത്രയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ അതിൻ്റെ റിസൾട്ടൻറ്റിലും പാടുള്ളൂ. ഓക്കെ, മനസ്സിലായില്ല? അതായത് 2 നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ 2 നമ്പർ ആഡ് ചെയ്യണമെന്ന് വെച്ചു. അപ്പോൾ ആഡ് ചെയ്യുന്ന ആ റിസൾട്ടൻറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഈ തന്നേക്കുന്ന നമ്പേഴ്സിൽ മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണോ വരുന്നത് അത്രയേ നമുക്ക് റിസൾട്ടൻറ്റിലും കൊടുക്കാൻ പാടുള്ളൂ. ആ ഒരു കണ്ടീഷൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വെക്ടേഴ്സ് ആൻഡ് സ്കേലാർസ്. എന്താണ് വെക്ടേഴ്സ് അല്ലെങ്കിൽ എന്താണ് സ്കേലാർസ്? സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ് മാസ്. മാസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? മാസ് എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അത് എവിടെ വെച്ച് കഴിഞ്ഞാലും മാസ് തന്നെയാണ്. അതിൻ്റെ ഡയറക്ഷൻ അത് ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പം അങ്ങനെ ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യാത്ത മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. എന്നാൽ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്. ഈ സ്പീഡ് ഓർ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറയും ഇന്ന സ്പീഡിൽ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോയി എന്ന് പറയും. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ് അത് പോയതെന്നും കൂടെ നമ്മൾ പറയണം. അങ്ങനെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വെക്ടറിനെ നമ്മൾ നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ വെക്ടർ എ ആണെങ്കിൽ എ എന്ന ലെറ്റർ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടാണ് നമ്മൾ വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ വെക്ടേഴ്സുകൾ നമുക്ക് ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ഇത് നമ്മൾ സാധാരണ എല്ലാ ക്വാണ്ടിറ്റീസും മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാമെന്ന് വെച്ചോ. വെക്ടർ എ ആൻഡ് ബി എന്നുണ്ട്. ഈ 2 വെക്ടേഴ്സുകൾ നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ മെയിൻലി 2 രീതിയിലാണ് അല്ലെങ്കിൽ 2 മെത്തേഡ്സിലാണ് ചെയ്യുന്നത്. ട്രയാങ്കുലാർ മെത്തേഡ്സും ഉണ്ട്, പാരലോഗ്രാം മെത്തേഡ്സും ഉണ്ട്. ട്രയാങ്കുലാർ മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെക്ടർ എ ആൻഡ് ബിയെ നമ്മളൊരു ട്രയാങ്കിളിൻ്റെ 2 സൈഡുകളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ 3rd സൈഡ് ആയിരിക്കും അതിൻ്റെ റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാരലോഗ്രാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വെക്ടേഴ്സിന് നമ്മളൊരു പാരലോഗ്രാമിൻ്റെ 2 സൈഡായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പാരലോഗ്രാമത്തിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് ഈ 2 വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻറ്റിന് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ വെക്ടർ എ ആൻഡ് ബി എന്ന് പറയുന്ന 2 വെക്ടേഴ്സ്, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ ആസ് പെർ പാരലോഗ്രാം ലോ അതിൻ്റെ റിസൾട്ടൻറ്റ് എന്ന് പറയുന്നത് is equal to root of a square plus b square plus 2ab cos theta ആണ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 2 വെക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ ആണ്. അതുപോലെ തന്നെ 2 വെക്ടേഴ്സ് തമ്മിൽ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാമെന്ന് വെച്ചോ. അപ്പോൾ ഈ സബ്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എ എന്ന് പറയുന്ന വെക്ടറും ബി എന്ന് പറയുന്ന വെക്ടറും സബ്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എ എന്ന് പറയുന്ന വെക്ടറിലേക്ക് ബി എന്ന് പറയുന്ന വെക്ടർ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ വെക്ടർ ബിയുടെ ഡയറക്ഷൻ എന്ത് ചെയ്യുക? ഓപ്പോസ് ചെയ്യുക. അതായത് എ പ്ലസ് മൈനസ് ബി ആണ് എന്ത്? എ പ്ലസ് ഓഫ് മൈനസ് ബി ആണ് സബ്സ്ട്രാക്ഷൻ ഓഫ് 2 വെക്ടേഴ്സ് എന്ന് പറയുന്നത്. 2 വെക്ടേഴ്സ് സബ്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യുന്നതാണ്. അവരുടെ ഡയറക്ഷൻ മാത്രം നമ്മൾ ഓപ്പോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഡോട്ട് പ്രൊഡക്റ്റ് ആൻഡ് ക്രോസ് പ്രൊഡക്റ്റ്. എന്താണ് ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കാലാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 വെക്ടേഴ്സ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റയാണ്. അതുപോലെ തന്നെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റയാണ്. വെർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. അതുപോലെ
നമ്മൾ വെക്ടേഴ്സിന് നമ്മൾ റെസൊല്യൂഷൻ ചെയ്യാറുണ്ട്. അതായത് ഓരോ ആക്സിസിന് ഇപ്പോൾ എക്സ് ആൻഡ് വൈ ആക്സിസിൽ ഒരു വെക്ടറിനെ റെസൊല്യൂട്ട് ചെയ്യാമെന്ന് സങ്കല്പിക്കാം. ഇപ്പോൾ എ എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ എക്സ് ആൻഡ് വൈ ആക്സിസിൽ റെസൊല്യൂട്ട് ചെയ്യുന്നത് എ ഈസ് ഈക്വൽ ടു എ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാപ്. ഇവിടെ ഐ ആൻഡ് ജെ എന്ന് പറയുന്നത് എക്സ് ആൻഡ് ഐ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. എന്താണ് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്ററി മാഗ്നിറ്റ്യൂഡുള്ള വെക്ടറിനെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അത് എക്സ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് ഐ, വൈ ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് ജെ, ആൻഡ് ഇസഡ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് കെ എന്ന് പറയുന്നത്. ഈ യൂണിറ്റ് വെക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ ഒരു ക്യാപ്പ് കൊടുത്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഐ ക്യാപ്, ഇങ്ങനെ ആ രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ യൂണിറ്റ് വെക്ടറിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് യൂണിറ്റും ഉണ്ടായിരിക്കത്തില്ല, ഡയമെൻഷനും ഉണ്ടായിരിക്കത്തില്ല. അപ്പം ഡയമെൻഷൻലെസ് ആയിട്ടുള്ള, യൂണിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഈ യൂണിറ്റ് വെക്ടേഴ്സിന്റെ കുറച്ച് കണ്ടീഷൻസ് നമുക്ക് നോക്കാനുണ്ട്. ഇപ്പം നമ്മളിപ്പം ഐ ജെ കെ എന്ന് പറയുന്ന 3 യൂണിറ്റ് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റിന്റെ വാല്യൂസ് നമ്മൾ നോക്കണം. ഇപ്പം ഐ ഡോട്ട് ജെ അതുപോലെ തന്നെ ജെ ഡോട്ട് കെ ആൻഡ് കെ ഡോട്ട് ഐ എന്ന് പറയുന്നത് എന്താണ്? 0 ആയിരിക്കും. എന്നാൽ ഐ ക്രോസ് ഐ, കെ ക്രോസ് കെ ആൻഡ് ജെ ക്രോസ് ജെ എന്ന് പറയുന്നത് എന്താണ്? 0 ആയിരിക്കും. അപ്പം എന്താണ്? ഐ ഡോട്ട് ജെ, ജെ ഡോട്ട് കെ ആൻഡ് കെ ഡോട്ട് ഐ 0യും ഐ ക്രോസ് ഐ, ജെ ക്രോസ് ജെ ആൻഡ് കെ ക്രോസ് കെ എന്ന് പറയുന്നത് 0യും ആയിരിക്കും. അതുപോലെ തന്നെ ഐ ക്രോസ് ജെ എന്ന് പറയുന്നത് കെ ആണ്, ആൻഡ് ജെ ക്രോസ് കെ എന്ന് പറയുന്നത് ഐ ആണ്, ആൻഡ് കെ ക്രോസ് ഐ എന്ന് പറയുന്നത് എന്താണ്? ജെ ആണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ സോൾവ് ചെയ്യാം. ഫസ്റ്റ് വൺ, given a 2 vectors a and b, a is equal to 4i k plus 5j and b is equal to 6i minus 4j. എന്താണ്? 4i plus 5j ആണ് a എന്ന് പറയുന്ന വെക്ടർ, ആൻഡ് b എന്ന് പറയുന്ന വെക്ടർ 6i minus 4j ആണ്. അപ്പോൾ ഇതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ആൻഡ് ഡോട്ട് പ്രൊഡക്റ്റ് എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റും ഡോട്ട് പ്രൊഡക്റ്റും കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം ഒരു വെക്ടറിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ആൻഡ് ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ പറഞ്ഞു എ ബി കോസ് തീറ്റ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2 വെക്ടേഴ്സ് നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സിന്റെ ടേമിൽ റെപ്രസെന്റ് ചെയ്തേക്കുന്ന 2 വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ റെസൊല്യൂട്ട് ചെയ്യണം. ഇങ്ങനെ അതിനെ റെസൊല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് 2 ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. 2 പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Given that 2 vectors a and b, find the cross product and dot product of that 2 vectors. അതായത് 2 വെക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, വെക്ടർ എ ആൻഡ് ബി. വെക്ടർ എ ഈസ് ഈക്വൽ ടു 4i k പ്ലസ് 5jയും വെക്ടർ ബി ഈസ് ഈക്വൽ ടു 6i മൈനസ് 4jയും ആണ്. ഈ 2 വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആ വെക്ടേഴ്സിന്, അപ്പോൾ നമുക്ക് 2 ഡയറക്ഷനിൽ, അതായത് റിസോൾവ് ചെയ്തേക്കുന്ന 2 അല്ലെങ്കിൽ നമ്മൾ റെസൊല്യൂട്ട് ചെയ്തേക്കുന്ന 2 വെക്ടേഴ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ സി ഡോട്ട് ഡി എന്ന് പറയുന്നത്, എ ഡോട്ട് ബി എന്ന് പറയുന്നത് എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ ആണ്. ഇവിടെ എ എക്സും ബി എക്സും എന്താണ്? എ എക്സ് എന്ന് പറയുന്നത് 4 ആണ്, ബി എക്സ് എന്ന് പറയുന്നത് 6 ആണ് നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ. അതുപോലെ തന്നെ എ വൈ എന്ന് പറയുന്നത് 5 ആണ്, ആൻഡ് ബി വൈ എന്ന് പറയുന്നത് -4 ആണ്. ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 into 6 plus 5 into -4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 24 minus 20 is equal to 4. അപ്പം ഇവിടെ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. അതുപോലെ തന്നെ എ ക്രോസ് ബി കണ്ടുപിടിക്കണം. എ ക്രോസ് ബി എന്ന് പറയുന്നത് 4i plus 5j ക്രോസ് 6i minus 4j. ഇവിടെ നമ്മൾ ഐൻ്റെ ടേംസ് ഒരുമിച്ച് ചെയ്താൽ, അതായത് 4 into 6 ആണ് ഐ, ഇൻറ്റു ഐ ക്രോസ് ഐ, മൈനസ് 5 into -4 ഇൻറ്റു ഐ ക്രോസ് ജെ. ഓക്കെ, ഐ ക്രോസ് ഐൻ്റെ വാല്യൂ എത്രയാണ്? നമുക്കറിയാം ഐ ക്രോസ് ഐൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം എന്തായിപ്പോയി? 0 ആയിപ്പോയി. അതുപോലെ തന്നെ ജെ ക്രോസ് ജെയുടെ വാല്യൂ എന്താണ്? 0 ആണ്. ഐ ക്രോസ് ജെയുടെ വാല്യൂ എന്താണ്? കെ ആണ്. ആൻഡ് ജെ ക്രോസ് ഐയുടെ വാല്യൂ -k ആണ്. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -6k - 30k എന്ന് കിട്ടും. ദാറ്റ് ഈസ് -46k ആണ് ഇവിടെ എ ക്രോസ് ബിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഓഫ് 426.69. 426.69 എന്ന് പറയുന്ന നമ്പറിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നോർമലി ഒരു നമ്പറാണ്, അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോർമലി നമ്മൾ കൗണ്ട് ചെയ്യാം.
അപ്പോൾ 426.69 എന്ന് പറയുന്നത് 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാനുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ നമുക്ക് നെക്സ്റ്റ് സീരീസിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും ബൈ.